മെയ് മാസം 25-ാം തീയതി അറബിക്കടലിൽ മറിഞ്ഞ കപ്പലിലെ ഇന്ധനം അത് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കപ്പലാണ് വന്നിരിക്കുന്നത്. അതിലെ ജീവനക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ സാച്ചുറേഷൻ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം പോയിട്ടും കടൽ പ്രക്ഷുബ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ മുങ്ങാനോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യാനോ ഈ ഇന്ധനം മാറ്റാനോ സാധിച്ചില്ല. അതിനുശേഷം അവർ വളരെ ദീർഘനാളുകൾക്കുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം കരുതിക്കൊണ്ട് അതാണിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കപ്പലിലെ ഇന്ധനം മുഴുവനും അവർ മാറ്റി ആ കപ്പലിൻ്റെ ബാക്കിയുള്ള കണ്ടെയ്നറുകളെല്ലാം മാറ്റുമെന്നാണ് കപ്പൽ കമ്പനിക്കാർ പറയുന്നത്. നമ്മുടെ സർക്കാർ പറയുന്നത് ഇന്ധനം ലീക്കായിരിക്കുന്നു, ഇന്ധനം വഴി മാലിന്യം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ പോയി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തായാലും ഇവർ വിദഗ്ധരായിട്ടുള്ളവരാണ്. വൻ സന്നാഹമായിട്ടാണ്. നമുക്ക് കൊല്ലത്തുള്ളവർക്കൊക്കെ ഇതിനകത്ത് പ്രവേശനമില്ല എങ്കിലും അവർക്കൊക്കെ ഇത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഡൈവ് ചെയ്യുന്നതെന്നുള്ളതും അല്ലെങ്കിൽ അതിന് അവർ എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നതൊക്കെ. വളരെ വലിയൊരു കപ്പലാണ്. അതിൻ്റെ ഓക്സിജനും ഇവർക്കെല്ലാം തന്നെ എന്തായാലും ഇവർക്കുള്ള ഉദ്യമം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ. ഈ മത്സ്യസമ്പത്തിന് ഇതിലെ ഇന്ധനം ലീക്കായിട്ട് മത്സ്യസമ്പത്തിന് നാശനഷ്ടം ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ട എന്തായാലും പ്രഗത്ഭരും വിദഗ്ധരുമായിട്ടുള്ള ഈ ഡൈവിംഗ് ചെയ്യുന്നവരാണ് വന്നിരിക്കുന്നത്. അവർ വന്നുകൊണ്ട് തന്നെ എന്തായാലും വളരെ വേഗം തന്നെ ഇത്തരം ഇന്ധനം അവിടുന്ന് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള കണ്ടെയ്നറുകളും അവിടുന്ന് മാറ്റി ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് ബോട്ടുകൾ തട്ടി തകരാതിരിക്കാനും അവർക്ക് സുഖമായിട്ട് മത്സ്യബന്ധനം നടത്താനും ഒക്കെ എല്ലാ കാര്യങ്ങളും ഈ കപ്പൽ കമ്പനിക്കാർ സുഖമായിട്ട് ചെയ്തു തരണം. നമ്മുടെ തീരദേശത്തുള്ള മത്സ്യ തൊഴിലാളികൾക്ക് ഭയപ്പാടില്ലാതെ ഈ പ്രദേശത്ത് പോയിട്ട് മത്സ്യം പിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ. അവർക്കുള്ള ഉദ്യമം നാളെ തന്നെ ആരംഭിക്കും. അതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 100-100ഓളം തൊഴിലാളികളുണ്ട്. ഈ കപ്പൽ ഉള്ള തൊഴിലാളികളാണ്. ഞാൻ കൊല്ലം പോർട്ടിലാണ് നിൽക്കുന്നത്. ഇതിൽ അതിമനോഹരമായ ഒരു കപ്പൽ ഇവിടെ നങ്കൂരം വിട്ടിട്ടുണ്ട്. ഇത് ഡീപ്പൻ ഫാൻ എന്ന് പറയുന്നതാണ്. സതേ നോവ എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ഭാഗ്യമായിട്ട് കാണിയാണോ? വളരെ ഭാഗ്യമാണ് കൊല്ലത്ത് കപ്പലിൻ്റെ കാര്യം. ദുരന്തം ഉണ്ടാകണമെന്നാണോ? ദുരന്തം ഉണ്ടാവരുത്. ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള ദുരന്തം ഉണ്ടായാലും അതിനുള്ള നഷ്ടപരിഹാരമൊക്കെ എത്രയും വേഗം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ബുദ്ധിപരമായിട്ട് നീങ്ങണ്ടേ? ബുദ്ധിപരമായി നീങ്ങുന്നുണ്ട് അതിന്. പിന്നെ ഈ കപ്പല് ഇവിടെ വന്നതിൽ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഇവിടെ ആരെ അങ്ങനെ പ്രവേശിക്കുന്നില്ല. കപ്പലിലെ കയറി അകത്തെ കാണാമെന്ന് പറഞ്ഞാണോ വന്നേ? കപ്പലിനകത്ത് കയറാൻ പറ്റുന്നില്ല. കാര്യം അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആണെന്നും പറഞ്ഞ് അവിടെ ഭക്ഷണ സാധനങ്ങൾ അവർ ഇപ്പം മുങ്ങി ഡീസൽ എടുക്കാൻ പോയാ, ഇന്ധനം മറ്റേ മുങ്ങിയ കപ്പലിൻ്റെ ഇന്ധനം എടുക്കാൻ പോയാ അതിന് സഹായത്തിന് പോകുന്നുണ്ടോ? കപ്പലിൽ കയറി കപ്പല് അവർ നഷ്ടപരിഹാരം കൊടുക്കണം. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അവർ വെള്ളം കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും കയറ്റിയാണ് അവരവിടെ പോകുന്നുണ്ടോ കയറി? അടുത്ത സ്ഥലമായ കപ്പൽ പിന്നെയും അപകടങ്ങളൊന്നും ഉണ്ടാവരുതെന്നാണ് നമ്മളെ പ്രാർത്ഥന.